Good morning all. നമ്മളിപ്പം ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ചതെല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് പറഞ്ഞാൽ ലാമിസ്തിറായിരുന്നു. ലാമിസ്തിറ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നോക്കാം. ലാമിസ്തിറ states that if three forces acting at a point are in equilibrium, then each force is proportional to the sign of angle between the other two forces. അതായത് ഈ ഫോഴ്സ് is proportional to sign of angle between other two forces. F3 is proportional to beta and F3 is proportional to gamma. The sign of that angle അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു ഇക്വേഷൻസ് പഠിച്ചിരുന്നു. F1 by sin alpha is equal to F2 by sin beta is equal to F3 by sin gamma. ഇതാണ് ലാമിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് പഠിക്കാനുള്ളത്. ലാമിസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഇത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ. അപ്പം ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലും ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. പ്രോബ്ലം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യണം. പ്രോബ്ലം ഞാൻ ഷെയർ ചെയ്യില്ല, അപ്പോൾ അത് നോക്കി എഴുതത്തുള്ളൂ എല്ലാവരും. നിങ്ങൾ തന്നെ ചെയ്യണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. An electric light fixture weighing 150 Newton hangs from a point C by two stay wires AC and BC. Determine the tensions in the stay wires AC and BC using Lamy's theorem. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും ഇങ്ങനെ ബൈ യൂസിങ് ലാമിസ് തിയറം വരണമെന്നില്ല കേട്ടോ. ഇത് മസ്റ്റായിട്ട് കാണിക്കത്തില്ല. നമ്മൾ ഇതിൻ്റെ ബേസിക് പാറ്റേൺ ഇതുപോലെ ആയിരിക്കും. ഒന്നെങ്കിൽ ടെൻഷൻസ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഈ താഴെ കിടക്കുന്ന ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് ലാമിസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ ബൈ യൂസിങ് എന്ന എല്ലാ പ്രോബ്ലം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് വരില്ല. നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ലാമിസ് തിയറത്തിൻ്റെ പ്രോബ്ലമാണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്. ഇങ്ങനെ ഈ ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്ട് ഒരു വെയിറ്റ് ഉണ്ട്. ഇതിനെ നമുക്കൊരു പി ആയിട്ട് അസ്യൂം ചെയ്യാം. പി സികൾ 150 ന്യൂട്ടൺ എന്ന് പറഞ്ഞ വെയിറ്റ് പോയിന്റ് സിയിൽ നിന്നും താഴോട്ടുണ്ട്. പിന്നെ ഈ സി രണ്ട് സ്റ്റേ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, എ സി ആൻഡ് ബി സി. ബി സി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 45, എ സി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്താണ് ഈ ഫിഗറിനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കണം. കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് ഫോഴ്സ് ഡയഗ്രാം പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന ഫോഴ്സ് ഡയഗ്രാംസ്, അതായത് ഫോഴ്സിനെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രാംസ് ആണ് ഫോഴ്സ് ഡയഗ്രാംസ്. അപ്പം ഇവിടെ നോക്കാം, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ പോയിന്റ് സി, താഴോട്ടൊരു വെയിറ്റ് ഉണ്ട്, പി = 150 ന്യൂട്ടൺ. ഇത് നമുക്ക് എ ആണ്. ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ ടെൻഷൻ ദ കോഡ് TAC എന്ന്. ഇത് ബി ആണ്. ഇങ്ങോട്ടുള്ള ടെൻഷനെ TBC നമ്മൾ എഴുതും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് TAC യും TBC ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 45 എന്നും ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60, ഇത് 45 തന്നിട്ടുണ്ട്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഇതൊരു ഫുൾ ട്രയാങ്കിളായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഒരു ഹോൾ ട്രയാങ്കിളായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ ഏതായിരിക്കും? ഇപ്പോൾ നമുക്ക് നോക്ക്, ലാമിസ് തിയറം അപ്ലൈ ചെയ്യണം. ലാമിസ് തിയറം വെച്ചാണല്ലോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ലാമിസ് തിയറം പറയുന്നത് എന്താ? ബൈ അപ്ലൈങ് ലാമിസ് തിയറം, ഈ ഫോഴ്സ് പി ബൈ ഇവിടെയുള്ള നമുക്ക് നോക്കാം, ഈ ആംഗിളിൽ നമുക്ക് ആൽഫ എന്നും ഇതിന് ബീറ്റ എന്നും ഇതിന് ഗാമ എന്നും അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ ആംഗിൾ ആൽഫ, ഈ ആംഗിൾ ബീറ്റ, ഈ ആംഗിൾ ഗാമ എന്ന് അസ്യൂം ചെയ്ത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഓക്കെ,
ഈ ആംഗിൾ കണ്ടുപിടിച്ചാലേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലാമീസ് തിയറം വെച്ച് പി ബൈ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്, സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇനി അടുത്ത് ടി എ സി ബൈ ഓപ്പോസിറ്റുള്ളതിൻ്റെ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ടി ബി സി ബൈ ഈ ആംഗിൾ സൈൻ ഗാമ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ടി എ സി ടി ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ നമുക്ക് ഫിഗറിൽ നിന്ന് റിസോൾവ് ചെയ്തെടുക്കണം. പി തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 3 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ആംഗിൾ 3 ഉണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ആംഗിൾ 3 കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആംഗിൾ 3 കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓക്കെ, ഈ ഫിഗറിൽ ഇതൊരു ഫുൾ ട്രയാങ്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ആൽഫ എത്ര ആയിരിക്കും? ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഇത് എത്രയാണ്? 180 ആണല്ലോ ആംഗിൾ. അപ്പോൾ ഇവിടെ 45 60 തന്നിട്ടുണ്ട്. അപ്പോൾ 180 മൈനസ് 45 + 60 ആണെങ്കിൽ ഈ ആൽഫ കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഇതിലേക്കൊരു ഇമാജിനറി വെർട്ടിക്കൽ ലൈൻ അസ്യൂം ചെയ്യും. ഓക്കെ, ആൽഫ കിട്ടും. ഇനി ഇത് അപ്പോൾ ആൽഫ എങ്ങനെ കിട്ടും? ആൽഫ ഇസ് ഈക്വൽ ടു 180 മൈനസ് 45 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 75 ഡിഗ്രിയാണ് ആൽഫ. കറക്റ്റ് അല്ലേ? 180 മൈനസ് 45 + 60 75. ഇനി നോക്കാം, ഈ ഫിഗറിൽ നമ്മളിതിനെ ഒരു വെർട്ടിക്കൽ ലൈൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് ട്രയാങ്കിളായിട്ട് തിരിക്കാൻ പറ്റുന്നു. ഓക്കെ, 2 ട്രയാങ്കിളായിട്ട് തിരിച്ചാൽ ഈ ആംഗിൾ 45, ഇത് എത്രയാണ്? 90. അതുപോലെ തന്നെ ഇവിടെ 90. ഓക്കെ, ഇവിടെ 60 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷനിലെ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 90 + 60 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഈ പോർഷനിലെ ആംഗിൾ ഇത്രയും ആംഗിൾ 180 മൈനസ് 90 + 60 അതായത് 30 ആയിരിക്കും. അതുപോലെ തന്നെ ഈ പോർഷനിലെ ആംഗിൾ 180 മൈനസ് 45 + 90 എത്രയായിരിക്കും? 45 തന്നെ ആയിരിക്കും. 45 + 45 90 + 90 180. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഈ ആംഗിൾ 45 ഈ ആംഗിൾ 30. അത് ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 45, ഈ ആംഗിൾ 90, ഇതും 90, ഇത് 60, ഇത് 30, ഇത് 45. മനസ്സിലായില്ല? ഇങ്ങോട്ട് പി ഉണ്ട്, ഇങ്ങോട്ട് ടി എ സി, ഇങ്ങോട്ട് ടി ബി സി. ഓക്കെ, അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും. ഇത് നമ്മൾ ടോട്ടൽ 180 ആണല്ലോ. ഈ ടോട്ടൽ 180. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതേതായിരുന്നു? നമ്മൾ ബീറ്റയും ഇത് ഗാമയും. ഇതും ടോട്ടൽ 180 ആണ്. ഓക്കെ, ബീറ്റ കണ്ടുപിടിക്കാൻ 180 മൈനസ് ഈ ആംഗിൾ ചെയ്താൽ മതിയല്ലോ 45. അതുപോലെ ഗാമ കണ്ടുപിടിക്കാനോ 180 മൈനസ് ഇവിടുത്തെ ചെറിയ ആംഗിൾ 30. 180 മൈനസ് 45 എത്രയാണ്? 135. കറക്റ്റ് അല്ലേ? 180 മൈനസ് 30 150. സംശയമൊന്നുമില്ലല്ലോ. ആംഗിൾ മനസ്സിലായില്ലേ? ഇതൊരു ട്രയാങ്കിളായിട്ട് ഇങ്ങനെ അസ്യൂം ചെയ്തിട്ട് ഈ 3 ആംഗിൾ 45 ഉണ്ട്, ഇത് 90, ഇത് 45, ഇവിടെ 90, ഇവിടെ 60, ബാക്കി 30 കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. ബീറ്റയും ഗാമയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ലാമിസ് തിയറത്തിലോട്ട് ഈ 3 ആംഗിളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി ഉണ്ടായിരുന്നു, പി ആണ് 150 ബൈ സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ 75, ടി ബി സി ബൈ
സൈൻ ഗാമ ആയിരുന്നു, അത് 150. TAC ബൈ സൈൻ ബീറ്റ ആയിരുന്നു, അത് 135 കിട്ടും. ഇനി ആദ്യം ഇത് രണ്ടും കൂടെ എടുക്കുക. 150 ബൈ sin 75 TBC ബൈ sin 50. ഇവിടുന്ന് നമ്മൾ TBC റിസോൾവ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് TBC റിസോൾവ് ചെയ്യുന്നത്? ഇവിടെ നോക്കാം. TBC is equal to 150 into sin 150 divided by sin 75. ആൻസർ കിട്ടണം, എത്രയാണ് കിട്ടാൻ? അടുത്തത് TAC ആണ്. TAC is equal to 150 into 135 divided sin 135 divided by sin 75. ഇത്ര കിട്ടാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. TAC TBC ഇത്രയുള്ള സിമ്പിളാണ്. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അത് രണ്ടും നമുക്ക് കിട്ടി. ഇതെല്ലാം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിളല്ലേ, വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഒന്നും അല്ലല്ലോ. നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലാമിസ് തിയറത്തിൻ്റെ സെക്കൻഡ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലോക്ക് P is equal to 5 kg and block Q of mass m kg are suspended through a cord which is in equilibrium as shown in the figure. Determine the mass of the block Q. ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. എ ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്, എ ആൻഡ് ഡി ഫിക്സഡ് ആണ്. എന്നിട്ട് ബിയിൽ നിന്നും സിയിൽ നിന്നും 2 ബോഡി താഴേക്ക് ഇട്ടിരിക്കുകയാണ്. ഒന്ന് ഫസ്റ്റ് P is equal to 5 kg, നെക്സ്റ്റ് Q ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, 5 kg ആണ് തന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ന്യൂട്ടൺ ആണ് തന്നിരുന്നത്. ന്യൂട്ടൺ ഇട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ KG മാറ്റി ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടേ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് തെറ്റിപ്പോകും. ഈ 5 ഇട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്പ് എല്ലാം ശരിയാണെങ്കിലും ആൻസർ റോങ് ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഈ ബിയിൽ നിന്നും ഒരു 30 ഡിഗ്രി മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സിയിൽ നിന്നും 70 ഡിഗ്രി മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് 4/3. ഈ 4/3 തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ബി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കുകയാണ് ഈ 4/3 തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത്രയാണ് ഗീവൺ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം വെച്ച് ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. പോയിന്റ് എ ഉണ്ട്, പോയിന്റ് സി ഉണ്ട്, ഇത് പോയിന്റ് ബി ആണ്. പോയിന്റ് ബിയിൽ നിന്നും P is equal to 5 kg എന്ന് പറഞ്ഞൊരു വെയിറ്റ് താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് പോയിന്റ് ബിയിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന 5 kg എന്ന വെയിറ്റ് ഉള്ള ആ ഫോഴ്സ് ഡയഗ്രവും നെക്സ്റ്റ് നമ്മൾ പോയിന്റ് സിയിൽ നിന്നുള്ള ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് വേണം സോൾവ് ചെയ്യാൻ. ആദ്യം ഫസ്റ്റ് എണ്ണം വരയ്ക്കുക. ബിയിൽ നിന്ന് P is equal to 5 kg ഉണ്ട്. ഈ ഇതിലുള്ള ആംഗിളാണ് എന്ത്? TAC. ഇത് ആംഗിളും കൂടെ ടെൻഷൻ TAC. ഇങ്ങോട്ടുള്ള ടെൻഷൻ ഇത് ബി അല്ലേ, സോറി TAB ആണ്. ഇവിടെയുള്ളത് TBC. ഓക്കെ, TAB ഉണ്ട്, TBC ഉണ്ട്, 2 ടെൻഷനുണ്ട്, താഴോട്ട് 5 kg ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഈ ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, 30 ഡിഗ്രിന്ന് ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാമല്ലോ, അതെല്ലാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആൽഫ എന്നും ഇതിനെ ബീറ്റ എന്നും ഗാമ എന്നും അസ്യൂം ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ ഫസ്റ്റ് ബോഡിയുടെ. ഇനി സെക്കൻഡ് ബോഡിയുടെ TC എന്നുള്ള പോയിന്റിൽ നിന്ന് അസ്യൂം ചെയ്യാം. പോയിന്റ് സിയിൽ നിന്ന്
ഡി ഉണ്ട്, ടി ഡി സി. ഓക്കെ, ഈ ഫിഗർ വെച്ചാണ് വരയ്ക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ നിന്നാണ് വരയ്ക്കുന്നത് കേട്ടോ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് ടി ഡി സി, പിന്നെ ഇങ്ങോട്ടൊരു ഫോഴ്സ്, പിന്നെ ടെൻഷൻ ടി ബി സി അങ്ങോട്ടുണ്ട്, പിന്നെ താഴോട്ട് Q ഇസിക്കൽ എം കെ ജി എന്നാണ്. നമുക്ക് ഈ എം കാരണം കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ് മാസ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. ഇതിനാകെ തന്നിരിക്കുന്നത് 7 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ആംഗിൾ അസ്യൂം ചെയ്യണം. ഇത് ആൽഫ, ഇത് ബീറ്റ, സോറി നമുക്ക് ബി സി ആയിട്ടുള്ള മേക്ക് ചെയ്ത ആംഗിൾ ഗാമ അല്ലായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്. ഇത് നോക്കാവേ. ഇപ്പം എങ്ങനെ എഴുതാം, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം വരുമ്പം സോൾവ് ചെയ്യാം. ഓക്കെ, 3 ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഫിഗർ നോക്ക്. ഫിഗറിൽ ഈ 4/3 എന്ന് തന്നിട്ടുണ്ടല്ലോ, 4/3. അപ്പോൾ നമ്മൾ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹൊറിസോണ്ടലുമായിട്ടുള്ള ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത്. ഞാൻ ഫോഴ്സ് ഡയഗ്രം മനസ്സിലായല്ലോ. ഓക്കെ, ഇത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നോക്ക്, അപ്പം ബാക്കി എത്രയായിരിക്കും ഇവിടെ? ഇതിനെ ഹൊറിസോണ്ടലായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് 90 ആയിരിക്കുമല്ലോ, ഇതും 90 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 90, പിന്നെ ഈ ആംഗിൾ തീറ്റ. അപ്പോൾ നമുക്ക് ടോട്ടൽ ബീറ്റ എത്ര ആയിരിക്കും? ഈ തീറ്റ പ്ലസ് 90 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ തീറ്റ കണ്ടുപിടിക്കാനാണ് ഇവിടെ ഫിഗറിൽ 4/3 എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം തീറ്റ എത്രയാണ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി നമുക്ക് ഇൻക്ലിനേഷൻ എഴുതിയിട്ടുണ്ട്, ഓക്കെ. Inclination of chord AB with horizontal. Inclination of chord AB with horizontal is tan theta. അതായത് ഇവിടെ നോക്കെ, ഇവിടെ ഈ ആംഗിളാണ് തീറ്റ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഈ തന്നിരിക്കുന്ന ഈ ആംഗിൾ തന്നെയാണ് ഇവിടുത്തെ ഈ തീറ്റയും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന തീറ്റയും. അപ്പം ഇത് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എടുത്താൽ മതിയല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ. സംശയമൊന്നുമില്ലല്ലോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. therefore inclination of AB with horizontal tan theta is equal to 4/3. Tan theta is equal to 4/3. Therefore theta is equal to tan inverse of 4/3. 53.13 കിട്ടും. ഓക്കെ, 53.13. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയായി? തീറ്റയായി 90 ഉണ്ട്. അപ്പം ബീറ്റ കിട്ടുമല്ലോ, തീറ്റ പ്ലസ് 90. ഓക്കെ, ഫിഗറിൽ തീറ്റ ആയി. ഇപ്പം തീറ്റ എത്ര കിട്ടി നമുക്ക്? 53.13 കിട്ടി. മനസ്സിലായല്ലോ. ഇനി അപ്പം ഈ ബീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 പ്ലസ് തീറ്റ ആണല്ലോ. അത് 90 പ്ലസ് 53.13 ആണ്. അതായത് 143.13. ഇതാണ് ബീറ്റ. ഈ ഫിഗറിൽ നിന്ന് കിട്ടിയാണ് 90 പ്ലസ് തീറ്റ. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് ഗാമ വേണം. ഗാമ എത്രയാണ്? ഫിഗറിൽ നോക്ക്. ഇവിടെ 30 ഉണ്ട്, ഇത് 90 ആണ്. അപ്പം ഗാമ ഇസ് ഈക്വൽ ടു 30 പ്ലസ് 90, 120. ടോട്ടൽ ഗാമ കിട്ടി. ക്ലിയർ അല്ലേ? 30 ഉണ്ട് പ്ലസ് 90 ചെയ്യുമ്പം ഗാമ കിട്ടും 120 കിട്ടി. ഇനി നമുക്ക് ആൽഫയാണ് വേണ്ടത്. ഈ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ആംഗിൾ TAC ആണല്ലോ, അല്ല ABC, ഈ ആംഗിളാണ് ആൽഫ. മനസ്സിലായല്ലോ. therefore
ആൽഫ അല്ലെങ്കിൽ ആംഗിൾ എ ബി സി ആൽഫ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്? ഈ ഹൊറിസോണ്ടൽ എടുക്കുകയാണെങ്കിൽ 180 ആണ് ടോട്ടൽ ആംഗിൾ. ഹൊറിസോണ്ടൽ എടുക്കുകയാണെങ്കിൽ 180 ആണ് ടോട്ടൽ ആംഗിൾ. അപ്പം ഇവിടുത്തെ തീറ്റയും ഉണ്ട്, ഈ 30 ഉണ്ട്. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 180 മൈനസ് തീറ്റ പ്ലസ് 30 ചെയ്താൽ മതിയല്ലോ. ടോട്ടൽ ആംഗിൾ 180, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ 30 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തീറ്റ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ആൽഫ ഉള്ളതെന്ന് പറഞ്ഞാൽ 180 മൈനസ് തീറ്റ പ്ലസ് 30 ചെയ്താൽ ഈ ആൽഫ കിട്ടും. 180 മൈനസ് 30 പ്ലസ് തീറ്റ, that is equal to 180 minus 30 plus 53.13, 96.87. ആൽഫ 96.87 എന്ന് കിട്ടും. ഡൗട്ടില്ലല്ലോ? ഓക്കെ, അതാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. ഇൻക്ലിനേഷൻ തീറ്റ കണ്ടുപിടിച്ചു, ആൽഫ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലാമിസ് തിയറം, ബീറ്റയും കിട്ടി, എല്ലാം കിട്ടി. അതായത് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. ഇനി ലാമിസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ എന്ത്? ബൈ അപ്ലൈയിങ് ലാമിസ് തിയറം. ലാമിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഫിഗർ നോക്കാം. ഇത് നമ്മൾ വരച്ച ഫിഗർ, ഈ ഫിഗർ വെച്ച് സോൾവ് ചെയ്യാണ്. ഈ ഫിഗർ വെച്ച് ലാമിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ വെയിറ്റ് പി എടുക്കുക. പി ബൈ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ടി എ ബി. ടി എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ ഗാമ. ടി എ പി ബൈ സൈൻ ഗാമ പ്ലസ് ഈക്വൽ ടു ടി ബി സി ബൈ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? ടി പി സി ബൈ സൈൻ ബീറ്റ. ഇതാണ് ലാമിസ് തിയറം. ആൽഫയുണ്ട്, ഗാമയുണ്ട്, ബീറ്റയുണ്ട്. ഇനിയും ടി എ ബിയും ടി ബി സിയും നമ്മൾ കണ്ടുപിടിക്കണം ഇതിൽ നിന്ന്. ഓക്കെ, അപ്പം പി ഉണ്ടല്ലോ, പി ഗിവൺ പി എത്രയാണ്? 5 kg ആണ് ഗിവൺ പി. ഇനി നമുക്ക് കെ ജിയെ മാറ്റി ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം. 5 kg ആണ്. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് കിലോഗ്രാമിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 9.81 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോഗ്രാമിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 9.81 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore P is equal to 5 into 9.81. എത്രയാണോ കിട്ടുന്നത് ആ ന്യൂട്ടൺ. അത് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യണം. P is equal to 5 into 9.81. ഓക്കെ, അത് എത്ര ന്യൂട്ടൺ കിട്ടുന്നു അതാണ് അതിൻ്റെ ആൻസർ. അത് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യണേ. ഇനി നമ്മൾ എന്താണ് ലാമിസ് തിയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാമിസ് തിയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 into 9.81 by sin alpha is equal to TAB by sin gamma ആയിരുന്നു 90 plus 30, TBC by sin beta 90 plus theta. ഇവിടുന്ന് നമുക്ക് TAB സോൾവ് ചെയ്യാം. TAB കിട്ടുന്ന ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് TBC എടുത്തിട്ട് TBC സോൾവ് ചെയ്യണം. മനസ്സിലായല്ലോ? TAB കണ്ടുപിടിക്കാൻ, TBC കണ്ടുപിടിക്കാൻ. ഓക്കെ, അറിയില്ല, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾ സ്വയം ചെയ്യണം. ലാസ്റ്റ് പ്രോബ്ലം പോലെ തന്നെയാണ്. ഇപ്പോൾ TAB TBC കൺസിഡർ ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് സി ആണ് എടുക്കേണ്ടത്. ഇനി കൺസിഡർ പോയിന്റ് സി. പോയിന്റ് സി എടുക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? പോയിന്റ് സി എടുക്കുമ്പോൾ TBC ഉണ്ട്, TDC ഉണ്ട്, പിന്നെ Q ഉണ്ട്. നമുക്ക് Q ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് Q is equal to mkg ആണ് ഫിഗർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി Q is equal to എത്രയാണ്? m into 9.81 ന്യൂട്ടൺ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ m into 9.81 ന്യൂട്ടൺ.
ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഈ ഫിഗറിൽ ആംഗിളുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാമയും ഇത് ബീറ്റയാണ്. കാരണം ടി ബി സി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു, ടി ബി സിയുടെ അവിടുത്തെ ആംഗിൾ കണ്ടോ ഗാമയാണ്. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോഴും ടി ബി സിയുടെ അടുത്ത് വരുന്ന ആംഗിൾ ഗാമ തന്നെ ആയിരിക്കാം. ഇത് ബീറ്റ, ഇത് ആൽഫ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ആംഗിൾ ഇത് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ ആംഗിൾ 70 ആണ്. ഇത് എത്ര വന്നിട്ടുണ്ട്? 90 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 90 ആണല്ലോ, ഇത് 70. അപ്പോൾ നമുക്ക് ബീറ്റ കിട്ടും. ഇവിടെ നോക്ക്, ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ആംഗിളാണ്. 30 പ്ലസ് ഈ ആംഗിളാണ് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ ഫിഗറിൽ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലാമിസ് തിയറം അപ്ലൈ ആണ്. അപ്ലൈയിങ് ലാമിസ് തിയറം എങ്ങനെ കിട്ടും? Q by sin alpha is equal to TBC by sin beta is equal to TBC by sin gamma. ആണല്ലോ, കറക്റ്റല്ലേ? ഇവിടെ നമുക്ക് ബീറ്റ ഉണ്ട്. ബീറ്റ എത്രയാണ്? 90 പ്ലസ് 70 ആണ്. 160 ബീറ്റ ഉണ്ട്, അറിയാമല്ലോ. ഇവിടെ 70 തന്നിട്ടുണ്ട്, ഇത് 90 ആണ്. 90 പ്ലസ് 70 ചെയ്താൽ ബീറ്റയുടെ ആംഗിൾ കിട്ടും. ഇനി നമുക്ക് ക്യൂ ആണ് ഈ ഫിഗറിൽ കണ്ടുപിടിക്കുന്നത്. ടി ബി സി കണ്ടുപിടിക്കണമെന്നില്ല, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ടി ബി സി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ക്യൂ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ടി ബി സിയും ടി എ സിയും കണ്ടുപിടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ ടി ബി സി ഉണ്ടെങ്കിലേ ഇവിടുന്ന് ക്യൂ കിട്ടത്തുള്ളൂ, അതിനുവേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ടി ഡി സി എടുക്കണമെന്നില്ല, അപ്പോൾ നമുക്ക് ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രം എടുത്താൽ മതി. ഇവിടെ ക്യൂ ഉണ്ട്, സൈൻ ബീറ്റ ഉണ്ട്, ടി ബി സി കണ്ടുപിടിക്കേണ്ടത്. ഇനി ആൽഫയും കൂടെ കിട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഈ ആൽഫ എത്രയാണ്? ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്ക്, ഇത് ടോട്ടൽ നമ്മൾ 180 ആണല്ലോ. ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ 180. എത്രയാണ്? 70. അപ്പം ഇതെത്രയായിരിക്കും? 180 മൈനസ് 70. കറക്റ്റ് ആണല്ലോ? ഈ ചെറിയൊരു ആംഗിൾ നമുക്ക് തീറ്റ അസ്യൂം ചെയ്യാം. ഇതിനകത്തെ ചെറിയ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആൽഫ എത്രയായിരിക്കും? ആൽഫ ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 30. കറക്റ്റാണല്ലോ? ഇതിനകത്തെ ചെറിയ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ഈ തീറ്റ പ്ലസ് ഈ ചെറിയ ആംഗിൾ 30. കറക്റ്റാണല്ലോ? അപ്പോൾ തീറ്റ എത്ര എന്നാണ് നമുക്ക് വേണ്ടത്. ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു, ഫിഗറിൽ നിന്ന് നോക്ക്, തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് 70. ഇത് 70 ആണ്. 180 മൈനസ് 70 ചെയ്താൽ തീറ്റ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പോൾ ആൽഫയോ 30 പ്ലസ് 110 ഈസ് ഈക്വൽ ടു 140. കറക്റ്റാണ്? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണിച്ച പോലെ ലാമിസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് therefore Q into 9.81 divided by sin 140 കിട്ടല്ലേ? 110
Okay, 140 is equal to TBC by sin 160. ഇത് സോൾവ് ചെയ്യുമ്പോൾ TBC കിട്ടും. എത്ര കിട്ടും? അതാണ് നമുക്ക് വേണ്ടത്. TBC ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടണിലാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഡാഷ് ന്യൂട്ടൺ കിട്ടും. ഈ ന്യൂട്ടണിനെ തിരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ Q ഇസിക്കൽ ടു ഡാഷ് ന്യൂട്ടൺ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ബൈ 9.81 ചെയ്താൽ മതി. ഡാഷ് ന്യൂട്ടൺ ബൈ 9.81 ചെയ്യുമ്പോൾ നമുക്ക് അത് കിലോഗ്രാമിലുള്ള ആൻസർ കിട്ടും. തിരിച്ച് നമ്മൾ കിലോഗ്രാമിലാക്കിയതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കിലോഗ്രാമാണ് തന്നിരിക്കുന്നത് കൊണ്ടാണ് തിരിച്ച് കിലോഗ്രാമിലോട്ട് ആക്കിയത് കേട്ടോ. ഇതിൽ കിട്ടുന്നത് ബൈ 9.81 ചെയ്യണം. നമ്മൾ കിലോഗ്രാമിലുള്ള ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ പ്രോബ്ലം. എല്ലാവരും ഒന്നുകൂടെ പ്രോബ്ലം കണ്ടിട്ട് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ തരാം. ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ പറയാം. നിങ്ങൾ നോക്കുക, പ്രോബ്ലം നിങ്ങൾ സ്വയം സോൾവ് ചെയ്യണം. ഓക്കെ, 2 cables AC and BC are tied together at a point C to support a load of 500 Newton at C. A and B are at a distance of 1.3 meter and are on the same horizontal plane. AC and BC are 1.2 and 0.5 meter respectively. Find the tensions in the cable AC and BC. ഇതാണ് ഗിവൺ ഫിഗർ. പോയിന്റ് സി അവിടെ 500 ന്യൂട്ടൺ ഉണ്ട്. AC തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.2, BC തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5, AB തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.3. ഓക്കെ, TACയും TBCയും ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഉത്തരം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയണം. ഓക്കെ, പിന്നെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.